പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പോകുന്ന ഒരു വാർത്തയിലേക്കാണ്. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ സർക്കാർ നിലപാട് ദുരൂഹമെന്ന് പറയുന്നു സമസ്ത AP വിഭാഗം. സർക്കാർ നിലപാട് UDF നയത്തിന് ഘടകവിരുദ്ധമാണെന്ന് മുഖപത്രം സിറാജ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നിലപാടിനെ സർക്കാർ പിന്നിൽ നിന്ന് കുത്തി. BJP ഹർജി പിന്തുണച്ചത് ഒത്തുകളിയുടെ ഭാഗം. ലീഗ് നിലപാട് സമുദായ താൽപര്യത്തിനെതിരാണെന്നും സിറാജിൽ വിമർശനമുണ്ട്. പ്രസാദ് ഉറുമ്പശ്ശേരി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പ്രസാദ്, കോടതിയിൽ സർക്കാർ നിലപാടറിയിച്ചു. അതിന് പിന്നാലെ ലീഗ് അടക്കമുള്ള ആളുകൾ സർക്കാർ നിലപാടിനെ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത് മന്ത്രിമാരടക്കമുള്ള ആളുകൾ. പക്ഷേ സിറാജിൽ വിമർശനമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് സിറാജിൽ പറഞ്ഞിരിക്കുന്നത്? സേതു, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിൽ BJP നേതാവ് ഷോൺ ജോർജ് നൽകിയ ഹർജിയെയും സർക്കാർ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം തന്നെയാണ് എല്ലാ മേഖലയിൽ നിന്നും ഉയരുന്നത്. ഇന്നലെ EK വിഭാഗം സമസ്തയുടെ വലിയ തോതിലുള്ള വിമർശനവും അവരുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ മുഖപ്രസംഗമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ AP വിഭാഗവും കടുത്ത വിമർശനവുമായി രംഗത്ത് വരികയാണ്. അവർ പറയുന്നത് ഈ ഒരു നിലപാട്, ഈ സർക്കാരിൻ്റെ നിലപാട് ദുരൂഹമാണ്. അവിടെ അമുസ്ലിമുകളെ വഖഫ് ബോർഡിൽ അംഗങ്ങളാക്കുന്നതിനെതിരെ കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചതാണ്. ആ നിലപാടിനെ പിന്നിൽ നിന്ന് കുത്തുന്ന തരത്തിലേക്കായി പോയി സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, ഇത് പ്രതീക്ഷിച്ചതല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ തവണ വഖഫ് ബോർഡ് പുനഃസംഘടിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ, അതായത് കഴിഞ്ഞ LDF സർക്കാർ 2 അംഗങ്ങളെ ഒഴിവാക്കിയത് നേരത്തെ നിയമ ഭേദഗതി പ്രകാരം മുസ്ലിം ഇതരായിട്ടുള്ള 2 പേരെ ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നിലനിൽക്കുന്നതിനാൽ അന്തിമ വിധി വരുന്നത് വരെ ഒരു തന്ത്രപരമായ ഒരു നിലപാടായിരുന്നു കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇവരുടെ ഹർജിയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗിനെതിരെയും വിമർശനമുണ്ട്. മുസ്ലിം ലീഗ് വഖഫ് ബോർഡിൻ്റെ നിലപാടുകളെ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ട ആളുകളാണ്. പക്ഷേ അവരും ഇതിനകത്ത് വിട്ടുവീഴ്ച ചെയ്തു. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല. എന്തായാലും കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ സ്വീകരിച്ച ഒരു നിലപാട്, UDFന്റെ പ്രഖ്യാപിത നിലപാട്, ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സിറാജിൽ ഉയർന്നു വന്നിട്ടുള്ള മുഖപ്രസംഗത്തിൽ കാണിക്കുന്നത് AP വിഭാഗത്തിൻ്റെ വിമർശനം.